ഹലോ ട്രേഡേഴ്സ്, ഡെയിലി ട്രേഡേഴ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിഫ്റ്റി എന്നൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു. അതിനുശേഷം ചെറിയൊരു മൂവ്മെൻറ്റ് നിഫ്റ്റിക്ക് വന്നിട്ടുണ്ടെന്ന് ഞാനിവിടെ ഒരു ഏരിയ ലൈൻ ഇട്ട് വെച്ചിട്ടുണ്ട്. ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിഫ്റ്റിക്ക് ഇന്നുണ്ടായിരുന്നൊരു പോയിൻ്റ് ആയിരുന്നു. അതായത് നിഫ്റ്റി കാര്യമായിട്ട് സ്ട്രഗിൾ ചെയ്യണ ഒരു സെല്ലിംഗ് പ്രഷർ ഉണ്ടാവുന്ന ഒരു ഏരിയ ആയിരുന്നു അത്. അവിടെ നിഫ്റ്റി മുകളിലേക്ക് പോയത് നമുക്ക് കാണാൻ പറ്റും. അതിനുശേഷം നിഫ്റ്റിക്ക് നല്ലൊരു പുഷാണ് വന്നത്. നമുക്ക് കിടിലൻ ട്രേഡുകൾ എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള ട്രേഡുകളൊന്നും ഉണ്ടായിട്ടില്ല. നമുക്കൊരു ആവറേജ് ട്രേഡുകളാണ് ഉണ്ടായിരുന്നതെന്നോ. അപ്പം അതിനെക്കുറിച്ച് സംസാരിക്കാം. 25,900 സി ആണത്. 25,900 സി നമുക്ക് ഫസ്റ്റ് തന്നെ മനസ്സിലാവും. ഇന്നൊരു SL അടിച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് റീ എൻട്രി കിട്ടണത്. സെയിം പ്രൈസ് തന്നെയാണ് നമുക്കിവിടെ കാണാൻ പറ്റും. രാവിലെ തന്നെ നല്ലൊരു കൺസോൾട്ടേഷനാണ്. നമുക്ക് ഫസ്റ്റ് ട്രേഡ് കിട്ടണത് 9:24 പിന്നെ നല്ല കൺസോൾട്ടേഷൻ കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ട്രേഡ് കിട്ടുന്നത് 10:44 അപ്പോൾ അത്രയും നേരം കൺസോൾട്ടേഷൻ ചെയ്തിട്ടാണ് ഒരു ട്രേഡിലേക്ക് വന്നതാണത്. അത് നല്ല രീതിക്ക് പെർഫോം ചെയ്തിട്ടുണ്ട്. ഞാൻ നല്ല രീതിക്കെന്ന് പറയുമ്പോഴും നമുക്കവിടെ ഹോൾഡ് ചെയ്യാൻ പറ്റിയാലാണ് ഈ നല്ല രീതി ആവുള്ളൂ. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ അത് നല്ല രീതി ആവില്ല. കറക്റ്റായിട്ട് പറഞ്ഞാൽ എങ്ങനെയാണ്. ഇതിന് 30 പോയിൻ്റാണ് വന്നതാണത്. പക്ഷെ നമ്മളവിടെ നോക്കുക, നമുക്ക് ട്രേഡ് എടുത്ത് 10 മിനിറ്റ് കൊണ്ട് നമ്മൾ കോസ്റ്റ് എക്സിറ്റാണ്. പിന്നെ പടിയെ പോയിട്ട് തിരിച്ച് കയറിയിട്ട് റീ എൻട്രി എടുത്താലും നമ്മൾ കോസ്റ്റ് എക്സിറ്റാണ്. അപ്പോൾ ഇത് പിന്നെ കിട്ടണ ഒരു മൂവ്മെൻ്റാണ് ഇതൊക്കെ. പേഴ്സണലി ഞാനത് ഇവിടെ വരയ്ക്കാണ് നോക്കിയിരുന്നത്. അതായത് 11:24 ആ ഒരു ടൈം വരെ 1 മണിക്കൂറൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു മൂവ്മെൻറ്റ് കാണാത്തതുകൊണ്ട് ഞാൻ ഇറങ്ങുക ചെയ്തത്. അതിൻ്റെ മുകളിലേക്ക് ഇരുന്ന് കിട്ടായിക്കൊന്നുമില്ലായിരുന്നു. സി മാർക്കറ്റ് തന്നെ എനിക്കറിയാം. എന്നാലും അവിടെ വെയിറ്റ് ചെയ്തില്ലെന്ന് മാത്രം. ഞാൻ ആകെ ഈ ഒരു ട്രേഡ് എടുത്തോളൂ കേട്ടോ. ഈ ഒരു ഇത്ര നേരം വെയിറ്റ് ചെയ്യണ ഒരു സെറ്റപ്പിലേക്ക് മാത്രമേ ഇരുന്നുള്ളൂ. പിന്നെ ഇന്ന് ട്രേഡ് എടുത്തിട്ടില്ലേ, ഈ ഒരു ട്രേഡ് എടുത്തിട്ടുള്ളൂ. പക്ഷെ അത് 30 പോയിൻ്റ് പോയിട്ടുണ്ട്. കുഴപ്പമില്ല, അത് പോക്കോട്ടെ, വേറെ പ്രശ്നമൊന്നുമില്ല. നമുക്കവിടെ കാണാൻ പറ്റും. പിന്നെ ഈ മാർക്കറ്റ് കൺസോൾട്ടേഷൻ ചെയ്ത് സെയിം ലെവലിലേക്ക് വന്നതാണത്. എവിടെയാണോ എൻട്രി എടുത്തത് അവിടെ തന്നെയാണ് ഈ റെഡ് ക്യാൻഡിൽ വന്ന് കാണുന്നത്. അവിടെ കാണാൻ പറ്റും. റെഡ് ക്യാൻഡിൽ വന്ന് അവിടെ ഒരു ബൈ എടുത്ത് തിരിച്ച് കയറി പോയി. പിന്നെ അത്രയും ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ് അത്, ആ ട്രേഡ് എടുത്ത പൊസിഷൻ. പിന്നെ നമുക്കുണ്ടായിരുന്നത് സെൻസസ് ആണ് 84,400 സി. അത് ഇതേപോലെ തന്നെയാണ്. കുറച്ച് നേരം ഹോൾഡ് ചെയ്താലാണ് ഈ 1:2 കിട്ടുള്ളൂ. ഈസി ആയിട്ടുള്ള 1:2 അല്ല. പിന്നത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിഫ്റ്റി ആണെന്ന് ശരിക്കും എക്സ്പീരിയൻസ് നല്ല കഴിഞ്ഞിട്ടെന്ന് വന്ന് ഫ്രഷ് ആയിട്ടുള്ള ഒരു സ്ട്രൈക്ക് ആയിരിക്കണത്. സെൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഇന്ന് തന്നെ ഇത്തിരിയും ബുദ്ധിമുട്ടാവും. നിഫ്റ്റിയെ പോലെ മൂവ് ചെയ്യാൻ സെൻസസിനെ കൊണ്ട് പറ്റില്ല. അപ്പോൾ നിങ്ങൾ നിഫ്റ്റിയിലെടുക്കുക. നമ്മൾ എക്സ്പീരി ആവണ സമയത്ത് എക്സ്പീരി ഡേ ലിസ്റ്റിലൊക്കെ പിന്നെയും സെൻസസിലെടുത്താൽ കുഴപ്പമില്ല. അല്ലാത്ത ദിവസങ്ങൾ സെൻസസിലെടുക്കണ നേരത്ത് അങ്ങനെയല്ല കേട്ടോ. അതായത് നാളെ എക്സ്പീരി ആയതുകൊണ്ട് ഇന്ന് എടുത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നിഫ്റ്റിയിൽ ഈ കൺസോൾട്ടേഷൻ ടൈമിൽ നമുക്ക് സെൻസസ് ഒന്നും അത്യാവശ്യം നല്ല പ്രോഫിറ്റ് കിടന്ന് നിർബന്ധമില്ല. അതുകൊണ്ട് നിഫ്റ്റി 1:3 അടിച്ചിട്ട് സെൻസസ് 1:2 മാത്രം ഒതുങ്ങിയത്. മനസ്സിലായില്ലേ? ആ ഒരു പ്രീമിയം ഡിക്ക് അവിടെ വരുന്നുണ്ട്. പിന്നെ 84,300 ഉണ്ടായിരുന്നു. 84,300 അവിടെ കാണാൻ പറ്റും. നല്ലൊരു കൺസോൾട്ടേഷനാണ്. 10 മിനിറ്റിലോട്ട് ഇറങ്ങുക. നേരത്തെ ആ ഹോൾഡ് ചെയ്യണ മെൻറ്റാലിറ്റി നമ്മൾ എപ്പോഴും എല്ലായിടത്തും ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ പരിപാടി അതൊരു തിരിച്ച് പണി കിട്ടും. മനസ്സിലായില്ലേ? നമ്മൾ 10 മിനിറ്റിൽ ഇറങ്ങുക. അപ്പോൾ നമുക്ക് വലിയ തട്ടലും മുട്ടലില്ലാണ്ടൊക്കെ ഇറങ്ങാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് പിന്നെ കയറുന്ന പ്രതീക്ഷിച്ചിരുന്ന് അങ്ങനെ പോകേണ്ട വരും. അപ്പോൾ നമുക്ക് SLM പോകും. അങ്ങനത്തെ ഒരു ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. ഞാൻ കുറച്ച് കാൽക്കുലേഷൻസൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാൻ 1 മണിക്കൂർ ഹോൾഡ് ചെയ്യണത്. എനിക്കറിയാം അത് അത്രയും നേരം ബൈയിങ് തന്നെയാണ്. അതെനിക്ക് അറിയാവുന്നതുകൊണ്ടാണ്. ആ സമയം കൊണ്ട് കിട്ടണത് കിട്ടട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഹോൾഡ് ചെയ്യണത്. നിങ്ങൾക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 മിനിറ്റ് ഹോൾഡിംഗ് ആണ്. കറക്റ്റായിട്ട് മനസ്സിലാക്കുക. നമുക്ക് അത്രയും ചിലപ്പോൾ ചിന്തിച്ച് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരായിരിക്കില്ല. നമ്മൾ 10 മിനിറ്റ് ഹോൾഡ് ചെയ്താൽ മതി. കുറേ കാര്യമായിട്ട് ഡീപ്പായിട്ട് അറിയണവർ മാർക്കറ്റിൻ്റെ കറണ്ട് സിനാരിയോ എന്താണ്, എങ്ങനെയാണ് ബൈയിങ് പ്രഷർ എവിടെ നിന്നാണ് വരുന്നത്, ബയേഴ്സ് ഉണ്ടോ സെല്ലേഴ്സ് ഉണ്ടോ, എത്രത്തോളം ഉണ്ട്, ഇതൊക്കെ അറിയുന്ന ആൾക്കാർ മാത്രം അങ്ങനെയൊക്കെ ഹോൾഡ് ചെയ്തിരുന്നാൽ മതി. നിങ്ങൾക്ക് അതൊക്കെ പഠിക്കണമെങ്കിലും നിങ്ങൾക്ക് എൻ്റെ നിന്ന് പഠിക്കാവുന്നതാണ്. മനസ്സിലായില്ലേ? കണ്ണും പൊട്ടി ഹോൾഡ് ചെയ്യല്ല. ഇപ്പം ഇതൊന്നും ഹോൾഡ് ചെയ്തിട്ട് കാര്യമില്ല. മനസ്സിലായില്ലേ? ഇത് PE ആണോ ഒന്നാമത്തെ കാര്യം. PE മാർക്കറ്റ് ഞാൻ പറഞ്ഞിട്ടില്ലേ. ഞാൻ കിട്ടുകയാണെങ്കിൽ ഒരു ലോട്ട് എടുത്താൽ മതി, 10 മിനിറ്റിൽ ഇറങ്ങിക്കോ. അത് തന്നെയാണ് PE ടെക്നിക്ക്, ഇന്നത്തെ മെത്തേഡ്. അല്ലെങ്കിൽ ഇപ്പം എന്താ പറയുക, നമ്മുടെ ഇന്നത്തെ ഒരു പ്ലാൻ. PE പോണ നേരത്ത് ഒരു ലോട്ട് ആൻഡ് 10 മിനിറ്റ്സ് അത്രേ ഉള്ളൂ. CE മാത്രം നോർമൽ ലോട്ട്. ഇത് റിലയൻസ് ആണ്. റിലയൻസിന് കാണാൻ പറ്റും. ഞാൻ സെപ്പറേറ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇത്രയും കൺസോളേഷൻ നിന്ന സമയത്ത് റിലയൻസ് എന്താ ചെയ്യണമെന്ന് നമുക്കൊന്ന് അറിയണമല്ലോ. അപ്പോൾ അതിനുവേണ്ടി നോക്കിയിട്ടുണ്ടായിരുന്നു. റിലയൻസിൽ ഗ്യാപ്പ് അപ്പ് ആണെന്ന് ഓപ്പൺ റിലയൻസ് കേട്ടോ. ഒരു 18 പോയിൻ്റ് ഗ്യാപ്പ് അപ്പ് ഒക്കെയാണ്. അപ്പോൾ അതിനനുസരിച്ച് നിഫ്റ്റിക്കും ഗ്യാപ്പ് അപ്പ് ആണ്.
അതിനുശേഷം ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുന്നത് കണ്ടോ നിങ്ങൾ. അത് മാർക്കറ്റ് മുകളിലേക്ക് കയറുന്നു, അതിനുശേഷം അടിയിലേക്ക് വന്നു. ഇതാണ് നമ്മുടെ നിഫ്റ്റിയുടെ കൺസോൾട്ടേഷൻ ലെവൽ. മനസ്സിലായില്ലേ? ഈ ഒരു കൺസോൾട്ടേഷൻ നിഫ്റ്റിയിൽ വന്നത്. അതിനുശേഷം റിലയൻസ് ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്തു. അപ്പോഴാണ് നിഫ്റ്റിക്ക് മൂവ്മെൻറ്റ് തുടങ്ങിയത് സ്പോട്ടിലൊക്കെ കേട്ടോ. പിന്നെയാണ് ഈ ഒരു അടുത്തൊരു റെസിസ്റ്റൻസിക്ക് എത്തിയാണത്. നിങ്ങളോട് നോക്കിക്കോ, കറക്റ്റ് ഓർഡർ റെസിസ്റ്റൻസ് എടുത്ത് റിലയൻസ് അടിയിലേക്ക് പോന്നു. പിന്നെയും ഇതേ സപ്പോർട്ടിക്ക് വരണത്. മനസ്സിലായോ? ഓൾറെഡി ഞാൻ രാവിലെ വരച്ച് വെച്ച ലെവൽസ് ആണ് 15, 24, 70. അവിടെ കറക്റ്റായിട്ട് കാണാൻ പറ്റും. അവിടെ കറക്റ്റ് ടാപ്പ് ചെയ്ത് അടിയിലേക്ക് കറക്റ്റ് സപ്പോർട്ടിക്ക് എത്തി. അതൊക്കെ ഒരു വ്യൂ ആണ് കേട്ടോ. നമുക്ക് അതും പഠിക്കാം. നമുക്കിപ്പോൾ സ്റ്റോക്കിൽ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്ക് അതും പഠിക്കാം. പിന്നെ HAL നോക്കിയിട്ടുണ്ടായിരുന്നു. HAL നമുക്ക് അവിടെ കാണാൻ പറ്റും. നല്ലൊരു സെൽ ഓഫാണ് നടന്നത്. ഇത് HAL സ്റ്റോക്ക് ഓപ്ഷനാണ് കേട്ടോ. ഈ സ്റ്റോക്ക് ഓപ്ഷനിൽ ഈവനിങ് വന്നൊരു ഫോളോ ആണത്. ഷാർപ്പ് ഫോളോ ആണത്. എല്ലാത്തിനും വർക്കാവും. ഒന്ന് നോക്കി ചെയ്യുക. പിന്നെ 25,950 കൊടുത്തായിരുന്നു. പക്ഷെ അവിടെ നിന്ന് ട്രേഡ് എടുക്കാൻ പറ്റില്ല. റെഡ് ക്യാനിൽ ഇവിടെ ഇല്ല. ഈ ഒരു വലിയ ക്യാൻ ഉണ്ടാവണതിന് മുമ്പ് നമുക്ക് റെഡ് ക്യാനിൽ വരണം. ആ സിനിമ നടന്നിട്ടില്ല. അപ്പം എടുക്കണ്ട, അത്ര ഉള്ള കാര്യം. പിന്നെ ഇവിടെ വരുന്ന നേരത്ത് എടുക്കാൻ പറ്റുമെന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ എടുക്കാൻ പറ്റില്ല. 50% ചാൻസ് വിന്നിങ്. ഇത് മുകളിലേക്ക് പോയ പോലെ അടിയിലേക്ക് പോകാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെ വരുന്ന നേരത്ത് കുറേ നേരം കഴിഞ്ഞിട്ട് ഇവിടെ വരുമ്പോൾ എടുക്കണ്ട ഞാൻ പറയും. അതേപോലെ എങ്ങനെ എടുക്കണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് നേരമായിട്ട് അടിയിൽ നിന്ന് കാണാണ്ടല്ലോ പ്രൈസ്. ഇനി തിരിച്ച് 134 പോകുന്ന നേരത്ത് സെയിം നിഫ്റ്റിയിൽ ട്രേഡ് എടുക്കുക. ഡയറക്റ്റ് എൻട്രി ആണ് അതൊക്കെ. പിന്നെ നിഫ്റ്റിയുടെ ഒരു PCയുടെ എൻട്രി ആണ്. അതൊക്കെ 10 മിനിറ്റിൽ ഇറങ്ങുക. മനസ്സിലായാലേ? 10 മിനിറ്റിൽ അത് കോസ്റ്റ് കറക്റ്റായിട്ട് അടിക്കുക കേട്ടോ. കോസ്റ്റ് അടിക്കുക ഇഷ്ടംപോലെ നേരമാണ്. പിന്നെ അത് ആക്റ്റീവ് ആയിട്ടില്ല. ഇവിടെ കാണാൻ പറ്റും. ഇവിടെ കയറുണ്ടെങ്കിൽ കൂടിയും റെഡ് ക്യാൻഡലിൻ്റെ ബോഡിയുള്ള സൊക്കെ അടിയിലാണ് വരുന്നത്. ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. റെഡ് ക്യാൻഡലിൻ്റെ ബോഡിയുള്ള സൊക്കയും താഴത്താണ് വരുന്നത്. എൻ്റെ ലെവലിൻ്റെ അടിയിലാണ്. അപ്പോൾ അത് എടുക്കാൻ പറ്റില്ല. ലാസ്റ്റ് മിനിറ്റ് ഞാനടക്ക അടിയിലാണ് ക്ലോസ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ മുകളിൽ എൻട്രി ആയിട്ടില്ല. ഇപ്പോൾ നമുക്ക് ചോദിക്കുക ഇനി ഇവിടെ നിന്നൊക്കെ എൻട്രി ഇല്ലയെന്ന്. അവിടെ നിന്നൊക്കെ എൻട്രി ഉണ്ട്. മനസ്സിലായില്ലേ? അവിടെ നിന്നൊക്കെ എൻട്രി ഉണ്ട്. അത് നിങ്ങൾ അത് പഠിക്കുക. എൻ്റെ ഒരു മെത്തേഡ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവും. നിങ്ങൾക്ക് ഈ ചാർട്ടിൽ കാണാൻ എല്ലാ ഭാഗത്തു നിന്ന് എൻട്രികൾ കാണാൻ പറ്റും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പറയാൻ പറ്റും. ഒരു വേറൊരു എൻട്രിയാണ് 25,900 PN. രാവിലെ അവിടുത്തെ എൻട്രി ഒരു 15 പോയിൻറ്റ് 16 പോയിൻ്റാണ് വന്നതാണത്. 16 പോയിൻ്റ് വന്നിട്ടുണ്ട്. ഫ്രീ ഗ്രൂപ്പിൽ ഇട്ട് എൻട്രി ആണ് കേട്ടോ. നമുക്ക് ഫ്രീ ഗ്രൂപ്പിൽ റിസൾട്ട് അടിച്ചിട്ടുണ്ട്. ഒരു 1:1 വന്നിട്ടുണ്ട്. അപ്പോൾ SNR റിക്കവർ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. പ്രോഫിറ്റിക്ക് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ 4 പോയിൻറ്റ് 5 പോയിൻറ്റ് കിട്ടും. അപ്പം അങ്ങനെ 2 ട്രേഡ് ഇവിടെ വന്നിട്ടുണ്ട്. നിങ്ങളിങ്ങനെ ലോഡ് മാനേജ്മെൻറ്റ് അങ്ങനെ ചെയ്യണു. ക്യാപിറ്റൽ എത്ര യൂസ് ചെയ്യണു, എല്ലാ ക്യാപിറ്റലും ഇട്ടാണോ പരിപാടി, ഇതൊന്നും എല്ലാവർക്കും എനിക്കറിയാൻ പറ്റില്ല. അത് നിങ്ങൾ കറക്റ്റായിട്ട് യൂസ് ചെയ്യുക. എല്ലാം ക്യാപിറ്റലായിട്ട് ട്രേഡ് എടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങളൊരു ഫിക്സഡ് ലോട്ട് വയ്ക്കുക. അതിൻ്റെ കൂടുതൽ ക്യാപിറ്റലിന് അവിടെ കിടന്നോട്ടെ. അത് യൂസ് ചെയ്യാൻ നിൽക്കണ്ട. മനസ്സിലായില്ലേ? നമുക്ക് ഒന്നെങ്കിൽ എടുത്ത് മാറ്റുക, അല്ലെങ്കിൽ യൂസ് ചെയ്യാണ്ടിരിക്കുക. എന്തുകൊണ്ടും ചെയ്യാം. നമുക്ക് എപ്പോഴും ഒരു ഫിക്സഡ് ലോട്ട് ഉണ്ടായിരിക്കുക. അതാണ് ഒരു പ്ലാന്. അതിനെ ലോട്ട് ഉണ്ടായിരിക്കുക മാത്രമല്ല, ട്രേഡ് എടുത്ത് കഴിഞ്ഞാൽ പിന്നെ നോക്കണ്ട. നമുക്ക് SL ഉണ്ട്, പ്രോഫിറ്റിക്ക് പോകണമെങ്കിൽ പോകട്ടെ, SL അടിച്ചോട്ടെ എന്ന് മാത്രമല്ല പ്ലാന്. നിങ്ങളെടുത്ത ട്രേഡ് എത്രത്തോളം ഹോൾഡ് ചെയ്യണം നിങ്ങൾക്കൊരു മൈൻഡ് സെറ്റ് വേണം. അതായത് എത്ര നേരം ഹോൾഡ് ചെയ്യണമെന്നൊരു മൈൻഡ് സെറ്റ് ഉണ്ടായിരിക്കണം. ഇത്ര നേരം കഴിഞ്ഞ് പ്രോഫിറ്റിലായി കഴിഞ്ഞ് ഞാൻ എങ്ങനെയൊക്കെ ലോട്ടിനെ മാനേജ് ചെയ്യുന്നു നമുക്കൊരു ഐഡിയ ഉണ്ടായിരിക്കണം. SL കയറ്റി വയ്ക്കണോ, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഉള്ള കുറേ ലോട്ടിനെ വിൽക്കണോ, ബാക്കിയുള്ളതിനെ റൺ ചെയ്യിക്കണോ, അല്ലെങ്കിൽ കോസ്റ്റ് വയ്ക്കണോ, അതൊക്കെയും പ്ലാൻ വേണം. ട്രേഡ് എടുത്ത് SLR പ്രോഫിറ്റ് എന്നല്ല ഒരിക്കലും ഇതിൻ്റെ ഉള്ളത്തെ പ്ലാന്. നിങ്ങൾക്കൊന്നെങ്കിൽ മുഴുവൻ ലോട്ടിനെയും റൺ ചെയ്യിക്കാം ഒരു മിനിമം പ്രോഫിറ്റ് എത്തിയ ശേഷം. എല്ലാം മിനിമം പ്രോഫിറ്റ് എത്തിയ ശേഷം മാത്രമേ ഉള്ളൂ പ്ലാൻ കേട്ടോ. അല്ലെങ്കിൽ പിന്നെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാം. എടുക്കുമ്പോൾ മാത്രമുള്ള പ്ലാനല്ല, മാർക്കറ്റ് റൺ ചെയ്യുമ്പോഴും നമുക്ക് പ്ലാൻ വേണം. എടുത്ത ട്രേഡുമ്മേ ഇതൊക്കെ ഒരു സക്സസ്സിലേക്കുള്ളൊരു സംഭവമാണ് ഞാൻ പറഞ്ഞു തരുന്നത് കേട്ടോ. അങ്ങനെയൊക്കെ ചെയ്താലാണ് സക്സസ് ആകാൻ പറ്റുള്ളൂ ട്രേഡിങ്ങിൻ്റെ ഉള്ളിൽ. അല്ലാണ്ട് ഞാൻ പിടിച്ചു കഴിഞ്ഞാൽ എനിക്ക് 20 പോയിൻറ്റ് 30 പോയിൻറ്റ് 40 പോയിൻ്റൊക്കെ വേണമെന്നൊക്കെ വാശി പിടിച്ചു കഴിഞ്ഞാൽ നടക്കില്ല. ഓപ്ഷൻസിനോടൊന്നും മത്സരിക്കാൻ നിന്നൊരു കാര്യമില്ല. നമ്മളവിടെ കണ്ടറിഞ്ഞ് ഇറങ്ങുക, അല്ലെങ്കിൽ നമ്മുടെ ഒരു സംഭവം അവിടെ ക്ലിക്കായില്ല എന്ന് തോന്നുന്ന നേരത്ത് ഇറങ്ങുക. അത്രയുള്ളൂ ചെയ്യാനുള്ളത്. അതെല്ലാവരും പഠിച്ചു വെച്ചേക്കുക. ഞങ്ങൾ ക്രൂഡ് ഓയിൽ, നാച്ചുറൽ ഗ്യാസ് ഒക്കെ. നാച്ചുറൽ ഗ്യാസ് ഇന്നലെ വൈകിട്ട് നല്ല മൂവ്മെൻ്റ് ആയിരുന്നു. ക്രൂഡ് ഓയിൽ ഇന്നലെ വലിയ മൂവ്മെൻ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1:2 ഒക്കെ വന്നിട്ടുണ്ട്. നല്ല ട്രേഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു. 1:2 ആയിട്ടുണ്ട്. ഞാൻ ക്രൂഡ് ഓയിലിൻ്റെ കാര്യം അങ്ങനെ ഏത് ട്രേഡ് കൊടുത്ത് എത്ര പോയിൻ്റ് ഇട്ട് ഞാൻ പറയാറൊന്നുമില്ല. ബേസിക്കലി 1:2, 1:3 ഒക്കെ വരാറുണ്ട്. കഴിഞ്ഞ 2 ദിവസമായിട്ട് വന്നിട്ടുണ്ട്. നാച്ചുറൽ ഗ്യാസ് കൊടുക്കാറില്ല, പക്ഷേ പറഞ്ഞത് മാത്രം. നല്ല അത്യാവശ്യം അടിപൊളി മൂവ്മെൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത്രയൊക്കെ വന്നിട്ട് വീഡിയോ. നിങ്ങൾ ട്രേഡിംഗ് ഒക്കെ ചെയ്യുമ്പോൾ നന്നായിട്ട്
മനസ്സിലാക്കിയിട്ട് പ്രോപ്പർ നോളജ് വെച്ചിട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ നാളെ നമുക്കൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ഓക്കെ, ബൈ.